രക്ഷാസന്ദേശം രക്ഷാസന്ദേശം വരവായ യേശുവിൻ രക്ഷാസന്ദേശം വിടുതല വിടുതലായി ജീവനായി രക്ഷാസന്ദേശം വരവായ യേശുവിൻ രക്ഷാസന്ദേശം രക്ഷാസന്ദേശം രക്ഷാസന്ദേശം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ, വീണ്ടും നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നൽകിയ സാവകാശത്തിനായി സർവശക്തനായ ദൈവത്തെ ഹൃദയപൂർവ്വം നമുക്ക് സ്തുതിക്കാം, നമുക്ക് അവനെ സ്തോത്രം ചെയ്യാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലായി നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് ആവർത്തന പുസ്തകം 16-ാം അധ്യായത്തെ അധികരിച്ചുകൊണ്ടുള്ള ചിന്തകളാണ്. 16-ാം അധ്യായത്തിൽ പരാമർശിക്കപ്പെട്ട 3 പെരുന്നാളുകളോടനുബന്ധിച്ച് നമ്മൾ ലേവ്യാപുസ്തകം 23-ാം അധ്യായത്തിൽ പറഞ്ഞ 7 പെരുന്നാളുകളെക്കുറിച്ചും നമ്മൾ വിവിധ എപ്പിസോഡുകളിലായി പങ്കുവയ്ക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ ദൈവസന്നിധിയിൽ ഷെയർ ചെയ്യുന്ന വിഷയം ആവർത്തന പുസ്തകം 17-ാമത്തെ അധ്യായത്തെ അധികരിച്ചുകൊണ്ടാണ്. 17-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരധ്യായമാണ്. അതിൽ മോശയുടെ 2-ാം പ്രഭാഷണത്തിൻ്റെ തുടർച്ചയാണ് 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അതിൻ്റെ ആരംഭം ഇങ്ങനെയാണ്: വല്ല ഊനമോ വിരൂപതയോ ഉള്ള കാളയെങ്കിലും ആടിനെയെങ്കിലും നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കരുത്, അത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പാകുന്നു. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ഏതൊരു പട്ടണത്തിലെങ്കിലും നിന്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് അവൻ്റെ നിയമം ലംഘിക്കുകയും ഞാൻ കൽപ്പിച്ചിട്ടില്ലാത്ത അന്യദൈവങ്ങളെയോ സൂര്യചന്ദ്രന്മാരെയോ ആകാശത്തിലെ ശേഷം സൈന്യത്തെയോ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്ത പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ നിങ്ങളുടെ ഇടയിൽ കണ്ടുപിടിക്കുകയും അതിനെക്കുറിച്ച് നിനക്ക് അറിവ് കിട്ടുകയും ചെയ്താൽ നീ നല്ലവണ്ണം ശോധന കഴിച്ച് അങ്ങനെയുള്ള മ്ലേച്ഛത ഇസ്രായേലിൽ നടന്നു എന്നുള്ളത് വാസ്തവവും കാര്യം യാഥാർത്ഥ്യവുമെന്ന് കണ്ടാൽ ആ ദുഷ്ടകാര്യം ചെയ്ത പുരുഷനെയോ സ്ത്രീയെയോ പട്ടണവാതിലിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലണം. മരണയോഗ്യനായവനെ കൊല്ലുന്നത് 2 or 3 സാക്ഷികളുടെ വാമൊഴിമേലായിരിക്കണം. ഏകസാക്ഷിയുടെ വാമൊഴിമേൽ അവനെ കൊല്ലരുത്. അങ്ങനെ 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അന്യദൈവ സേവ ചെയ്യുന്ന, വിഗ്രഹാരാധന ചെയ്യുന്ന, അന്യദൈവത്തെ ആരാധിക്കുന്നവരെ കരുണയില്ലാതെ കൊന്നുകളയണമെന്ന് പഴയ നിയമത്തിൽ പ്രമാണം നൽകിയിരുന്നു. തന്നെയല്ല, ഇവിടെ പ്രത്യേകമായി പറഞ്ഞു, ഊനമുള്ളതോ വിരൂപതയുള്ളതോ ബലഹീനമായതിനെയോ യാഗം കഴിച്ചുകൂടാ. കാരണം യാഗം കഴിക്കാനായി തെരഞ്ഞെടുക്കപ്പെടുന്ന മൃഗം ഊനമില്ലാത്തതായിരിക്കണം. അത് എന്തിനെ കാണിക്കുന്നു? പാപമില്ലാത്ത, പാപമൊഴിയെ സകലത്തിലും മനുഷ്യർക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട, സകല മാനവരാശിയുടെയും പാപത്തിന് പരിഹാരമായി അറുക്കപ്പെട്ട കുഞ്ഞാടായ, ഊനമില്ലാത്ത കുഞ്ഞാടായ യോഹന്നാൻ യോർദാന്റെ തീരത്ത് ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാടെന്ന് പരിചയപ്പെടുത്തിയ അതേ കുഞ്ഞാടിൻ്റെ, അതേ യാഗമൃഗത്തിൻ്റെ നിഴലായിരുന്നു പഴയ നിയമത്തിലെ ഓരോ യാഗമൃഗവും. അതുകൊണ്ട് യാഗം സഫലമായി തീരാൻ ഊനമില്ലാത്തതിനെ തിരഞ്ഞെടുക്കണം. അർത്ഥാൽ കുറവില്ലാത്ത, ഊനമില്ലാത്ത കർത്താവിനെ മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി നിയോഗിച്ചതുപോലെ
ഇവിടെ ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയെ യാഗത്തിന് കൊണ്ടുവരണമെന്നുള്ളതാണ് പ്രമാണം. ആരെങ്കിലും അത് തെറ്റിക്കുമ്പോൾ ദൈവീക പദ്ധതിയുടെ മേലുള്ള പരിഹാസമോ, ദൈവീക ആലോചനയോടുള്ള മത്സരമോ, ദൈവീക പ്രമാണങ്ങളോടുള്ള എതിർപ്പോ ആയി മാത്രം അത് പരിണമിക്കുന്നു, അത് പരിഗണിക്കുന്നു. ആയതുകൊണ്ട് ദൈവം ഒരു കാരണവശാലും ഊനമില്ലാത്തതിനെ യാഗം കഴിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്ന് ആര് ചിന്തിച്ചാലും അതിനെതിരാണ് ദൈവം പ്രവർത്തിക്കുക. അങ്ങനെ ചെയ്യുന്നവരെ, ഇവിടെ ദൈവിക കൽപ്പനകളെ ലംഘിക്കുന്നവരെ, ദൈവത്തോട് മത്സരിക്കുന്നവരെ നശിപ്പിക്കാൻ, വിട്ടുവീഴ്ചയില്ലാതെ അവരെ ന്യായം വിധിപ്പാൻ, അവരുടെ മേൽ വ്യവഹാരം നടത്തുവാൻ ഇവിടെ മോശ തൻ്റെ പ്രഭാഷണത്തിൽ രേഖപ്പെടുത്തുകയാണ്. പുരുഷനായാലും സ്ത്രീയായാലും അവരെ പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലണം. ഇതായിരുന്നു പ്രമാണം. ഈ പ്രമാണമാണ് ഇവിടെ നടപ്പാക്കേണ്ടതിനെ കുറിച്ച് മോശ പ്രഖ്യാപിക്കുന്നത്. 17-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേലിലെ രാജാവിനുണ്ടായിരിക്കേണ്ട 8 യോഗ്യതകളെ സംബന്ധിച്ച് ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാര്യം ദൈവം എല്ലാ കാലത്തും ദൈവജനത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ആ കാലയളവിലും ഈ കാലയളവിലും ദൈവം ഒന്ന് ആഗ്രഹിക്കുന്നു: തൻ്റെ ജനം ദൈവത്തോട് മത്സരിക്കരുത്. തൻ്റെ ജനം ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരോട് മത്സരിക്കരുത്. തൻ്റെ ജനം തൻ്റെ പ്രവാചകന്മാരോട് മത്സരിക്കരുത്. തൻ്റെ ജനം തൻ്റെ ശുശ്രൂഷക്കാരോട് മത്സരിക്കരുത്. ദൈവിക പ്രമാണത്തോട് മത്സരിക്കരുത്. മത്സരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. മത്സരം ദൈവം പ്രതീക്ഷിക്കുന്നില്ല നമ്മിൽ നിന്ന്. വളരെ പരിപക്വമായ വിചാരവും വിവേകവും ഒത്തുചേരുന്ന വൈകാരിക ഭാവപ്രകടനങ്ങളെ മാത്രമേ ദൈവം അംഗീകരിക്കുന്നുള്ളൂ. വിവരവും വിവേകവും കാണിക്കാത്ത ഒരു പ്രകടനങ്ങളെയും ദൈവം അംഗീകരിക്കുന്നില്ല. ഇവിടെ എന്താണ് രാജാക്കന്മാർക്ക് കൊടുത്ത 8 യോഗ്യതകൾ? 17-ന്റെ 15 മുതൽ 59 വരെ. 1, അവനൊരു ഇസ്രായേലിനായിരിക്കണം. ജന്മം കൊണ്ട് ഇസ്രായേലിനായിരിക്കണം. 2, ഒരു അന്യജാതിക്കാരനാകാൻ പാടില്ല. 3, അവൻ അധികം കുതിരകളെ സമ്പാദിക്കരുത്. 4, ജനം മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകുവാൻ അവൻ ഇടവരുത്തരുത്. 5, അവൻ അധികം ഭാര്യമാരെ എടുക്കരുത്. വെള്ളിയും പൊന്നും അവൻ അധികമായി സമ്പാദിക്കരുത്. ന്യായപ്രമാണത്തിൻ്റെ ഒരു പകർപ്പ് എഴുതിയെടുത്ത് തൻ്റെ കൈവശം സൂക്ഷിക്കണം. 8, ദിവസവും അവൻ ന്യായപ്രമാണം വായിക്കണം. വളരെ ലളിതമെങ്കിലും വളരെ ഗംഭീരമായ യോഗ്യതയാണ് ഇവിടെ രാജാക്കന്മാർക്കായി നീക്കിവെച്ചിട്ടുള്ളത്. രാജകീയ സ്ഥാനത്തേക്ക് ഒരു യഹൂദനെ തെരഞ്ഞെടുത്താക്കണമെങ്കിൽ അവനിൽ ഈ പറയുന്ന യോഗ്യതകൾ കാണണം. അയോഗ്യമായി അതിനോട് സമീപിച്ചവരെയൊക്കെ നമുക്ക് കാണാം ഇസ്രായേൽ ചരിത്രത്തിൽ. ശലോമോൻ അതിൽ മുൻപന്തിയിലാണ്. ശലോമോന്റെ ജീവിതം ദൈവകൃപയിലാണ് ആരംഭിച്ചത്. വളരെ ആർഭാടമായി തുടങ്ങിയ, ഭക്തി നിർഭരമായ സാഹചര്യത്തിൽ ആരംഭിച്ച ആ ശുശ്രൂഷ ഏറ്റവും ദയനീയമായി പരാജയപ്പെട്ടു. ഏറ്റവും മോശമായി പരാജയപ്പെട്ടു. അങ്ങനെ ശലോമോൻ ഭക്തന്മാരുടെ നിരയിൽ നിന്ന് മാറ്റപ്പെട്ടതായി എബ്രായ ലേഖനം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ദൈവത്തോട് മത്സരിക്കരുത്.
ദൈവിക പ്രമാണത്തിന് എതിരായി കൊമ്പുയർത്തരുത്. നിശ്ചയമായും ദൈവത്തിൻ്റെ നന്മ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഇസ്രായേൽ രാജാവിനുണ്ടായിരിക്കേണ്ട ഗുണഗണങ്ങൾ, മൂല്യങ്ങൾ നമ്മളും സൂക്ഷിച്ചാൽ, എല്ലാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാൽ ഇതിൽ നമ്മൾക്ക് എടുക്കാവുന്ന മൂല്യങ്ങളുണ്ട്. അവ നമ്മൾ ഏറ്റെടുക്കണം. നമ്മളെ സൂക്ഷിക്കണം. ദൈവവചനത്തെ സൂക്ഷിക്കണം. ഈ ലോകത്ത് സമ്പാദിക്കുന്നതിലല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിക്കുന്നതിൽ നാം ധാരാളമായി ഉത്സാഹിക്കണം. ഇസ്രായേലിൽ ഒരു രാജാവുണ്ടാകുന്നതിന് അനേക നൂറ്റാണ്ടുകൾക്ക് മുന്നെയാണ് പ്രവാചകനായ മോശ ദൈവജനത്തെ ഭരിക്കാൻ തിരഞ്ഞെടുക്കുന്ന രാജാക്കന്മാർക്കുണ്ടാകേണ്ട മൂല്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയത് എന്നത് നമ്മൾ ഓർക്കണം. ബഹുഭാര്യ സമ്പ്രദായം എല്ലാ കാലത്തും ദൈവവചനം അതിന് എതിരാണ്. പക്ഷെ ശലോമോന് നൂറുകണക്കിന് ഭാര്യമാരുണ്ടായിരുന്നു. വചനം അതിനെ അനുസരിച്ചിരുന്നില്ല. ഒന്നും സമ്പാദിക്കരുന്നുള്ള ദൈവിക പ്രമാണമായിരുന്നു. പക്ഷേ അവർ ധാരാളമായി ശലോമോൻ ചെയ്തു കൂട്ടി. അനന്തരം ശലോമോന് തൻ്റെ പിതാവായ ദാവീദ് ഇരിക്കുന്ന സിംഹാസന സ്ഥാനത്തിൻ്റെ മുൻപിൽ ചെന്നുപെടാൻ കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ദൈവത്തിൻ്റെ ന്യായവിധിക്കായി നമുക്ക് ഏൽപ്പിക്കാനേ കഴിയൂ. ഇസ്രായേലിൽ ഒരു രാജാവ് ഉണ്ടാകുന്നതിന് അനേകം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മോശയുടെ ഈ പ്രഖ്യാപനം എത്രയോ ധന്യമായിരുന്നു, എത്രയോ ശ്രേഷ്ഠമായിരുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ നമ്മൾ കാണുന്ന മറ്റൊരു വസ്തുത 14-ാമത്തെ വാക്യം മുതൽ, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ ചെന്ന് അതിനെ കൈവശമാക്കി അവിടെ കൂടിപ്പാർത്ത ശേഷം എൻ്റെ ചുറ്റുമുള്ള സകല ജാതികളെയും പോലെ ഞാനൊരു രാജാവിനെ നിന്റെ മേൽ ആക്കുമെന്ന് പറയുമ്പോൾ, നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന രാജാവിനെ നിന്റെ മേലാക്കണം. നിന്റെ സഹോദരന്മാരുടെ നിന്ന് ഒരുത്തനെ നിന്റെ മേൽ രാജാവാക്കണം. വർഷങ്ങൾക്കപ്പുറത്ത്, നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് മോശ എന്ന പ്രവാചകനിലൂടെ ഇസ്രായേലിന്റെ രാജാവായി ഒരുവൻ ഉദയം ചെയ്യുമെന്നും ഉദയം ചെയ്യുന്നവൻ ഇന്നിന്ന പ്രകാരമായിരിക്കണമെന്നും മോശയിലൂടെ അരുളി ചെയ്യുകയാണ്. 16-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഇനിമേൽ ആ വഴിക്ക് തിരിയരുത് എന്ന് യഹോവ നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. കുതിരയെ സമ്പാദിക്കേണ്ടതിന്, ധനം സമ്പാദിക്കേണ്ടതിന്, വലിയ ആർഭാടമായി ജീവിക്കേണ്ടതിന്, സാമ്പത്തികമായി ഉയർച്ച പ്രാപിക്കേണ്ടതിന് മിസ്രയീമിൽ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്ന ആ വഴിയിലൂടെ ഇനി മിസ്രയീമിലേക്ക് പോകരുത്. ഇതാണ് നമ്മൾ 16-ാം വാക്യത്തിൻ്റെ അവസാനം കണ്ടത്. നമ്മൾ ഒരിക്കലും ഇനി മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകരുത്. കർത്താവ് പറഞ്ഞു, ഇനിയും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകാതിരിപ്പാൻ നല്ലവനായ കർത്താവിനെ ഹൃദയത്തിൽ രാജാവായി പ്രതിഷ്ഠിപ്പീൻ. ഏതെല്ലാം സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിൽ വന്നു പെട്ടാലും സുഹൃത്തേ, പടിയിറങ്ങരുത്, പിറകോട്ട് നോക്കരുത്, പിറകോട്ട് പോകരുത്. നേരെ മുന്നോട്ട് തന്നെ ചരിക്കണം, മുന്നോട്ട് തന്നെ നമ്മൾ ഗമിക്കണം. നമ്മൾക്ക് പതർച്ച വരാം, പിന്മാറ്റങ്ങൾ സംഭവിക്കാം, കാലുകൾ ഇടറാം, ജീവിതപാതയിൽ തെറ്റുകൾ സംഭവിക്കാം. പിന്മാറ്റം സ്വാഭാവികമാണ്. പക്ഷേ മടങ്ങി വരുമ്പോൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു യേശു അപ്പൻ എന്ന വിശ്വസ്തൻ എൻ്റെ കൂട്ടാളിയാകയാൽ, എൻ്റെ സഹയാത്രികനാകയാൽ
എൻ്റെ മാതാവാകയാൽ, എൻ്റെ പിതാവാകയാൽ ഞാൻ എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കും. ഹബക്കൂക്ക് പ്രവാചകൻ ഒരിക്കൽ വിളിച്ചു പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അത്തിവൃക്ഷം തളിർക്കില്ല, മുന്തിരിവള്ളി ഫലം തരില്ല, ദേശത്തെമ്പാടും ധാരാളം ക്ഷാമം കൊടുമ്പിരിക്കൊള്ളും, എങ്കിലും ഞാൻ എൻ്റെ യഹോവയിൽ ആനന്ദിക്കും. പ്രൈസ് ദി ലോർഡ്. എങ്കിലും ഞാൻ എൻ്റെ യഹോവയിൽ ആനന്ദിക്കും. എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചു പോയാലും ഞാൻ എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കും. അതാണ് വിശ്വാസ ജീവിതം, അതാണ് ക്രിസ്തീയ ജീവിതം, അതാണ് നമ്മൾ പാലിക്കേണ്ട ജീവിതം. ഇന്ന് ഈ വചനത്തിൻ്റെ മുൻപിൽ നമ്മൾ ഇരിക്കുമ്പോൾ വിലപ്പെട്ടതും വിലയേറിയതും കർത്താവിന് കൊടുക്കാനുള്ള മനസ്സോടെ നമ്മളായിരിക്കണം. ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യണം. കഴിഞ്ഞ കാലങ്ങളിൽ പിന്നിട്ട വഴിയിലൂടെ സുഹൃത്തെ നീ പോകരുത്. ആ വഴിയിൽ ധാരാളം അഴുക്കുണ്ടായിരുന്നു, അപകടങ്ങൾ ഉണ്ടായിരുന്നു, വലിയ ആഴമുള്ള കുണ്ടുകുഴിയും എല്ലാം ഉണ്ടായിരുന്നു. തികച്ചും അപകടകരമായ വഴി. പട്ടുപോകേണ്ടതായിരുന്നു, കൊള്ളസംഘത്തിൻ്റെ കയ്യിൽ അകപ്പെട്ടു പോകേണ്ടതായിരുന്നു, മരണം നമ്മളെ പിടിച്ചുകൊണ്ടു പോകേണ്ടതായിരുന്നു. എന്നാൽ ദൈവം നമ്മെ വഴിയിൽ കാത്തു, എന്നാൽ ദൈവം നമ്മെ വഴിയിൽ സൂക്ഷിച്ചു. അതുകൊണ്ടാണ് ഇന്ന് വലിയ പരുക്കൊന്നുമില്ലാതെ ഏറെ കൃപയോടെ അവൻ്റെ സന്നിധിയിൽ നിൽക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, എന്നെ സൂക്ഷിപ്പാൻ എൻ്റെ കർത്താവ് മതിയായവൻ, എനിക്ക് ശക്തി പകരാൻ സർവശക്തനായ എൻ്റെ കർത്താവ് മതിയായവൻ. ഞാൻ അവനായി നിൽക്കും, ഞാൻ അവനായി പോകും, ഞാൻ അവനായി പ്രവർത്തിക്കും. ഈ നിർണയം, ഈ സമർപ്പണമാണ് നമുക്ക് ആവശ്യം. അവൻ്റെ ഹൃദയം അറിഞ്ഞു പോകാതിരിപ്പാൻ അനേകം ഭാര്യമാരെ അവനെടുക്കരുത്. നമ്മുടെ ബലഹീനതകളെ മറയ്ക്കാൻ ലോകത്തുള്ള കാര്യങ്ങളെ നാം തെരഞ്ഞെടുക്കുകയല്ല വേണ്ടത്. നമ്മുടെ കുറവുകളെയും പോരായ്മകളെയും മറച്ചു പിടിക്കാൻ മറ്റു വല്ലതും കൊണ്ട് മറച്ചു പിടിച്ചിട്ടായില്ല. കർത്താവിന് ഹിതമാം വണ്ണം ചെയ്യണം. ഞങ്ങളുടെ നാട്ടിൽ ബാറ്ററി കൊണ്ടുള്ള വലിയ ടോർച്ചുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അധികം പേരുടെയും വീടുകളിൽ അങ്ങനെയുള്ള ടോർച്ചുകളൊന്നും ആ കാലയളവിലില്ല. 1960കളിലെ സംഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞങ്ങളുടെ തൊട്ട് സമീപത്തുള്ള ബിസിനസ്സുകാരനായ ഒരാൾ, അദ്ദേഹം മരിച്ചുപോയി, ഭാര്യയും മരിച്ചുപോയി. മെയ്ഡ് ഇൻ ജപ്പാന്റെ ഒരു ടോർച്ച്, വെളിച്ചം കാണേണ്ടതിനായി ഒരു മനുഷ്യൻ വാങ്ങിച്ചു. വലിയ ടോർച്ച്. ഒരു ദിവസം അത് ഭർത്താവില്ലാത്തപ്പോൾ ഭാര്യ ഓൺ ചെയ്തു. പക്ഷെ ഇത് കെടുത്താൻ പറ്റുന്നില്ല. അവർ ധാരാളം ചുറ്റി നടന്നത് എവിടെ കൊണ്ടുപോയി എന്ത് ചെയ്യും? അവളൊരു കാര്യം ചെയ്തു. വീട്ടിൽ സൂക്ഷിക്കപ്പെട്ട മില്ലറ്റിൻ്റെ അല്ലെങ്കിൽ ചാമയുടെ ഒരു വലിയ ചാക്കുണ്ടായിരുന്നു. അത് മുഴുവൻ ആ ധാന്യം നിറച്ചിരിക്കുകയാണ്. അവൾ ആ ധാന്യം അല്പം മാറ്റി ടോർച്ച് അതിനകത്തോട്ട് വെച്ചു. എന്നിട്ട് ചാക്ക് കെട്ടിവെച്ചു. വെളിച്ചത്തെ ബന്ധിക്കാമോ? ആർക്കെങ്കിലും കഴിയില്ല. വെളിച്ചത്തെ ബന്ധിക്കാൻ കഴിയില്ല. നമ്മുടെ ഹൃദയത്തിലുള്ള വെളിച്ചം ബന്ധിക്കപ്പെടാതെ സൂക്ഷിക്കും. അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തെങ്കിലേക്ക് നമ്മളെ വിളിച്ച ദൈവം അടിമത്വത്തിന്റെ ചുമരിനെ, അടിമത്വത്തിന്റെ അമക്കയറുകളെ അറുത്ത് ആ നുകത്തെ ഒടിച്ചു കളഞ്ഞ നമ്മുടെ ദൈവം, പ്രൈസ് ദി ലോർഡ്.
ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ മുൻപിൽ നിൽപ്പുണ്ട്. അവൻ എനിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ കർത്താവ് ചെയ്തതൊന്നും. അവൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനും അവൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്കും വേണ്ടി ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റൊരു നാൾ താങ്കളെ ഉപയോഗിക്കാമെന്ന് കരുതിയാണ് ഇന്ന് വരെയും ദൈവം നമ്മളെ സൂക്ഷിച്ചത്. മറക്കരുത്, എന്തെല്ലാം അനർത്ഥങ്ങൾ ജീവിതത്തിൽ വന്നാലും വിസ്മരിക്കരുത്. എൻ്റെ യേശുവിനെ പോലെ ഇത്ര നല്ലവനായി ഈ ലോകത്ത് മറ്റാരും ഇല്ല. നമ്മുടെ കർത്താവ് അതിന് മതിയായവനാണ്. അവനെ പിൻപറ്റണം. നീ വന്ന വഴിയേ പോകരുത്, ആ വഴിക്ക് നീ തിരിയരുത്. പാരതന്ത്ര്യത്തിൻ്റെ വഴി, അന്യാരാധനയുടെ വഴി, സകല തിന്മകളുടെയും മാർഗം, അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരത്തിൻ്റെയും മാർഗം, ആ വഴിക്ക് നീ പോകരുത് മക്കളെ. മടങ്ങി വരണം. കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു. എൻ്റെ യേശുവിന് വേണ്ടി എന്തും ചെയ്യാനുള്ള ഒരുക്കമുള്ള മനസ്സോടെ നമുക്കവൻ്റെ സന്നിധിയിലായിരിക്കാം. കർത്താവേ, നീ ഞങ്ങളോട് കരുണ തോന്നണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ജീവിതം തകരരുതേ, ഞങ്ങളുടെ ജീവിതം തളരരുതേ. ഞങ്ങൾക്ക് അങ്ങയെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ അങ്ങ് തരണം. യോഗ്യതയല്ല എൻ്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തതിൻ്റെ ആധാരം. എൻ്റെ അയോഗ്യതയാണ് എൻ്റെ ദൈവം എന്നിൽ കണ്ട യോഗ്യത. കഴിവല്ല എൻ്റെ ദൈവം എന്നിൽ കണ്ട യോഗ്യത. എൻ്റെ അയോഗ്യതയും കഴിവില്ലായ്മയുമാണ് ദൈവം എന്നെ തിരഞ്ഞെടുക്കാൻ കാരണം. വെറുതെയല്ല നമ്മെ അവൻ ഉപയോഗിക്കേണ്ടതിന് വേണ്ടി. ഒരിക്കലും വഴിമാറിപ്പോകരുത്. കർത്താവ് നമ്മളെ ഏൽപ്പിച്ച നിയോഗങ്ങൾ അതുപോലെ പൂർത്തീകരിക്കണം. ഏക സത്യ ദൈവമല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. മറ്റൊന്നിൻ്റെ മുൻപിൽ മുട്ടുകുത്തരുത്, മറ്റൊന്നിൻ്റെ മുൻപിൽ കൈകൂപ്പരുത്, മറ്റൊന്നിനോട് സങ്കടം പറയരുത്. കർത്താവായ യേശു ക്രിസ്തു മാത്രം ഏകരക്ഷകൻ. രക്ഷിക്കപ്പെടാൻ ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം. ആ നാമത്തെ അറിഞ്ഞ് ജീവിപ്പാൻ സർവശക്തനായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എൻ്റെ പൊന്നുകരങ്ങളിലേക്ക് ഞങ്ങളിതാ ഞങ്ങളെ തന്നെ സമർപ്പിക്കും. ഈ വചനം കേട്ട എല്ലാ പ്രിയ മക്കളെയും തൃപ്പാദത്തിൽ സമർപ്പിക്കുക. യേശുവിൻ്റെ രക്തം കൊണ്ട് പൂർണ്ണമായി വിശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണം. എൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഞങ്ങളുടെ എളിയ ദാസൻ ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.